ായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവന് ഇണങ്ങി കഴിയുന്നു. സുഭാഷിതങ്ങൾ 16:7 പഠിപ്പിക്കുന്നു, എവിടെയെല്ലാം നന്മയും അനുഗ്രഹവും ഉണ്ടോ അവിടെയെല്ലാം പിശാച് ശത്രുത വിതയ്ക്കുക സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ വഴികൾ കർത്താവിന് പ്രീതികരമാണെങ്കിൽ ശത്രുക്കൾക്ക് പോലും അവരുടെ ശത്രുത നമ്മളോട് പ്രകടിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഓർക്കുക, നമുക്ക് ചുറ്റും ശത്രുക്കൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വഴികൾ കർത്താവിന് പ്രീതികരമാണോ എന്ന് ചിന്തിക്കണം. കർത്താവായ ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ യോഗ്യതയാൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പരസ്പര സ്നേഹത്തിനും സൗഹൃദത്തിനും ക്ഷമയ്ക്കും തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്നും ദൈവജനത്തിന് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ.